സംഘികൾ ക്രിസ്മസ് ആഘോഷിച്ചത് ലോകമെമ്പാടും വലിയ വാർത്തയായത് നിങ്ങൾ കണ്ടിരിക്കും. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ ദിനപത്രങ്ങളെല്ലാം ഇന്ത്യയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘി തീവ്രവാദികൾ അലങ്കോലമാക്കിയതും ക്രിസ്ത്യാനികളെ ആക്രമിച്ചതും വലിയ പ്രാധാന്യത്തോടെയാണ് ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത കൊടുത്തത്. ഇപ്പോഴിതാ അമേരിക്കയിലെ നമ്പർ 1 ന്യൂസ് പേപ്പർ ഇതിന്റെ പേരിൽ മോദിക്കെതിരെ വലിയ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ റായ്പൂരിലെ മാഗ്നറ്റോ മാളിൽ ക്രിസ്മസ് ഡെക്കറേഷനുകൾ നശിപ്പിച്ച സംഘി തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് എന്നുകൂടി അറിയുമ്പോൾ മോദിയുടെ പള്ളി സന്ദർശനവും ബൈബിളിൽ മുത്തമിടുന്നതും എത്ര വലിയ നാടകമാണ് എന്ന് ചിന്തിച്ചു നോക്കണം. അവരെ ജാമ്യത്തിൽ ഇറക്കിവിട്ടു എന്ന് മാത്രമല്ല, സംഘി തീവ്രവാദികൾ എല്ലാം ചേർന്ന് മാലയിട്ട് അവരെ വലിയ തോതിൽ സ്വീകരിച്ചു എന്നുകൂടി കേൾക്കുമ്പോൾ എത്ര അധപതിച്ച നരാധവന്മാരാണ് ഇവർ എന്ന് ഓർക്കണം. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോദി അധികാരത്തിൽ എത്തിയതു മുതൽ സംഘി തീവ്രവാദികൾ യാതൊരു സന്ദേഹവും കൂടാതെയാണ് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും നിരന്തരം ആക്രമിക്കുന്നത്. അതിൻ്റെ എല്ലാ പരിധിയും ലംഘിക്കുന്നതായിരുന്നു 2025 ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം. പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി, രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒന്നുപോലെ കാണേണ്ട നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടിയില്ല. മോദി ഒറ്റ വാക്ക് പറഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂസ് പേപ്പറുകൾ എല്ലാം ഇന്ത്യയിൽ സംഘി തീവ്രവാദികൾ നടത്തുന്ന മൃഗീയമായ ഈ ആക്രമണം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി അമേരിക്കയിലെ നമ്പർ 1 ന്യൂസ് പേപ്പറായ വാൾ സ്ട്രീറ്റ് ജേർണൽ അവരുടെ ഫ്രണ്ട് പേജിൽ ഇതിനെക്കുറിച്ച് വലിയ വാർത്ത കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഈ വാർത്തയിൽ മോദിയെ നിശിതമായാണ് അവർ വിമർശിക്കുന്നത്. ഡിസംബർ 1 അവർ കൊടുത്ത വാർത്തയാണ് ഇത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ഹിന്ദു ആക്രമണം. ആ ഹെഡിങ്ങിന് തൊട്ടു താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? മോദിയുടെ പാർട്ടിയിലുള്ള തീവ്ര വർഗീയവാദികൾ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോൾ മോദി ഒരക്ഷരം പോലും അതിനെതിരെ പ്രതികരിച്ചില്ല. അവർ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മോദിയുടെ പാർട്ടിയിലുള്ള വർഗീയവാദികളാണ് ഈ ആക്രമണം നടത്തുന്നത് എന്ന്. എന്നിട്ട് വാർത്ത തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടോ? 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അന്നു മുതൽ രാജ്യത്ത് ചിന്തിക്കാനാവാത്ത രീതിയിലുള്ള വളരെ ഉയർന്ന തോതിലുള്ള ആക്രമണ സംഭവങ്ങളാണ് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ മോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള ഹിന്ദു വർഗീയവാദികൾ നടത്തുന്നത്. വ്യക്തമായി അവർ പറഞ്ഞിരിക്കുകയാണ് മോദി ഭരണത്തിലേറിയ 2014 മുതൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ വലിയ തോതിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. അത് നടത്തുന്നത് അയാളുടെ പാർട്ടിയിലുള്ള ഹിന്ദു വർഗീയവാദികളാണ് എന്ന്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് 14% വരുന്ന മുസ്ലിങ്ങളാണ് ഇതിൽ ഏറിയ പങ്കും ആക്രമണങ്ങൾ നേരിടുന്നത് എന്നും. അമേരിക്കയിൽ മോദിയുടെ പെരുമ്പറ മുഴക്കുന്നതിന്റെ നേർതെളിവാണ് അവർ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മോദിയുടെ പാർട്ടിയിലുള്ള വർഗീയ ഭ്രാന്തന്മാരാണ് ഈ ആക്രമണം അഴിച്ചുവിടുന്നത് എന്നും. എന്നാൽ മോദി അതിനെതിരെ ഒരു വാക്കുപോലും ശബ്ദിക്കുന്നില്ല എന്നും. ഇനി അടുത്ത ഞെട്ടിപ്പിക്കുന്ന സംഭവം ഛത്തീസ്ഗഡിൽ റായ്പൂരിലുള്ള മാഗ്നറ്റോ മാളിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ നശിപ്പിക്കുകയും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത 6 ബജരംഗ് ദൾ പ്രവർത്തകരെ യാതൊരു കൂസലുമില്ലാതെ സംഘി സർക്കാർ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ജാമ്യത്തിൽ പുറത്തുവിട്ട ഇവരെ ഹിന്ദുത്വ തീവ്രവാദികൾ വലിയ ആഘോഷത്തോടെ ഹീറോകളെ പോലെയാണ് സ്വീകരിച്ചത്. മാലയണിയിച്ച് ചെണ്ടമേളങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും വലിയ മ്യൂസിക്കിന്റെയും അകമ്പടിയോടെയാണ് ഇത്രയും വലിയ ധീരകൃത്യം ചെയ്ത ഇവരെ മോദിയുടെ പുത്രന്മാർ വരവേറ്റത്. അങ്ങനെ അവരെ സ്വീകരിക്കുമ്പോൾ മുഴക്കിയ മുദ്രാവാക്യം എന്താണ് എന്ന് അറിയാമോ? ക്രിസ്ത്യൻ മിഷണറിമാർ മുർദാബാദ് എന്ന്. പരസ്യമായി ക്രിസ്ത്യാനികൾക്ക് നേരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് വലിയ ആഘോഷത്തോടെ യാതൊരു നാണമോ മാനമോ സങ്കോചമോ കൂടാതെ ഈ തീവ്രവാദികളെ മോദി പുത്രന്മാർ വരവേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇവരെ തോളിലേറ്റിക്കൊണ്ടാണ് ഫയർ വർക്സുകൾ ഉൾപ്പെടെയുള്ള ആഘോഷത്തോടെ സംഘികൾ സ്വീകരിച്ച് ആനയിക്കുന്നത്. അതിന്റെ മറ്റൊരു ദൃശ്യമാണ് ഇത്. ഇത് പങ്കുവെച്ചുകൊണ്ട് മോദിയുടെ തന്നെ ഗുജറാത്തിൽ നിന്നുള്ള സരൽ പട്ടേൽ എന്ന സോഷ്യൽ മീഡിയ യൂസർ എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും സംഘികളുടെ കണ്ണു തുറപ്പിക്കുമോ ആവോ. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഈ അവസ്ഥയിലാണ് ഇന്ത്യയെ നരേന്ദ്രമോദി എത്തിച്ചിരിക്കുന്നത്.
ബിൽക്കിസ് ബാനുവിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ബലാത്സംഗികളെ പുറത്തുവിട്ടപ്പോൾ അവരെ മാലയണിയിച്ച് സ്വീകരിക്കുകയും ഗുജറാത്തിലെ BJPക്ക് വേണ്ടി അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ക്രിസ്മസ് അലങ്കാരങ്ങൾ നശിപ്പിച്ച സംഘിഗുണ്ടകളെ അതേ രീതിയിലാണ് ജയിലിൽ നിന്ന് പുറത്തുവിട്ട ശേഷം സ്വീകരിച്ചത്. ഉടനെ തന്നെ ഇവർ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് നമ്മൾ കാണും. എന്നാൽ നരേന്ദ്രമോദിയും കൂട്ടരും മനസ്സിലാക്കേണ്ട കാര്യം ലോകമെല്ലാം ഇത് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വ്യക്തമായ തെളിവാണ് അമേരിക്കയിലെ നമ്പർ 1 ന്യൂസ് പേപ്പറായ വാൾ സ്ട്രീറ്റ് ജേർണൽ മോദിയെ പേരെടുത്തു പറഞ്ഞ് അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്കെതിരെ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെ തദ്ദേശീയരിൽ നിന്നും വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇത് എവിടെ ചെന്നെത്തി നിൽക്കും എന്ന് കണ്ടറിയാം. ഒരു കാര്യം അവസാനമായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ആക്രമണം നടത്തുന്ന തീവ്രവാദികൾ ഹിന്ദുക്കളല്ല, മറിച്ച് ഹിന്ദുക്കളുടെ പേരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അവർക്ക് ഹിന്ദുമതവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു തീവ്രവാദികൾക്കും മതങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, മറിച്ച് മതങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്ത് മനുഷ്യർക്കിടയിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് അവർ ചെയ്യുന്നത്. യഥാർത്ഥ മതവിശ്വാസികളെല്ലാം മതത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഇത്തരം ഭ്രാന്തന്മാരെ പരിപൂർണമായി തള്ളിപ്പറയണം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?